ഞാൻ ചെറുപ്പകാലത്ത് ഈ പ്രതിഷേധങ്ങളെയൊന്നും കണ്ടിട്ട് ഭയന്നില്ല. മാത്രമല്ല, എനിക്കെതിരെ 5 തവണയാണ് വധഭീഷണി ഉണ്ടായത്. പിന്നെയല്ലേ ഈ SFIക്കാരുടെ കരിങ്കൊടി പ്രകടനം. ഞാൻ ഭയക്കാൻ പോകുന്നു. ഗവർണർ ഇന്ന് ഇടുക്കിയിൽ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഞാൻ കേന്ദ്രമന്ത്രി സഭയിൽ നിന്നും രാജിവെച്ചപ്പോൾ എനിക്ക് 35 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 5 തവണ എനിക്കെതിരെ വധഭീഷണി വന്നിട്ടുണ്ട്. അത് 1985-ലും 86-ലും 87-ലും വളരെ വലിയ വധഭീഷണി എനിക്ക് വന്നിട്ടുണ്ട്. 1990-ൽ ആ വധഭീഷണി വന്നത് അല്പം ഗുരുതരമായി. കാരണം അവർ വധഭീഷണി മുഴക്കി എന്നെ വിരട്ടുക മാത്രമല്ല ചെയ്തത്, എന്നെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, കമ്പി ദണ്ട് കൊണ്ട് എന്നെ തലയ്ക്ക് അടിക്കുകയും ചെയ്തു. ഞാൻ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയും ചെയ്തു. പക്ഷെ അന്നൊന്നും ഞാൻ ഭയപ്പെട്ടില്ല. പിന്നെയല്ലേ ഇന്ന് ഈ 72-ാം വയസ്സിൽ ഞാൻ ഭയക്കാൻ പോകുന്നു. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു അധിക ആയുസ്സാണ് എന്ന് വേണമെങ്കിൽ പറയാം. അധിക സമയമാണ് ദൈവം തന്നിരിക്കുന്നത്. അത് ഇങ്ങനെ ചില ഇത്തരം കാര്യങ്ങൾ, വളരെ സില്ലി ആയിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ കണ്ട് ഭയന്നോടാനല്ല. ഞാൻ ഭയക്കില്ല. ഇതാണ് ഗവർണർ ഇന്ന് പറഞ്ഞത്. ഒരു ഗവർണർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിക്കൂടാ എന്നൊക്കെ ഇവിടെ പലപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ട്. അങ്ങനെ പറയാമോ, ഇങ്ങനെ പറയാമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തിനു പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ മുന്നിൽ വന്ന ചില ഗവർണർമാർ ഉണ്ടാക്കി വച്ച കീഴ്വഴക്കമാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കാൻ കാരണമായത്. ഗവർണർ എന്നത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ്. മന്ത്രിസഭ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് അവിടെ ആൾക്കാരെ വിളിച്ച് ചായ സൽക്കാരം നടത്തുക, പിന്നെ എവിടെയെങ്കിലും ആൾക്കാർ വല്ല ഉദ്ഘാടനത്തിനോ മറ്റേതെങ്കിലും പരിപാടിക്കോ വിളിക്കുന്നെങ്കിൽ ഒരു പാവയെപ്പോലെ പോയി അവിടെ ചെന്നിരിക്കുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ മുന്നിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർമാർ നടത്തിയിരുന്നത്. അതിൽ ചിലരെല്ലാം ചില വ്യത്യാസങ്ങൾ നടത്തി. ജ്യോതി വെങ്കടചെല്ലും അങ്ങനെയുള്ള 1-2 ഗവർണർമാരൊക്കെ അല്പ വ്യത്യാസം നടത്തി. പക്ഷേ അവരെല്ലാം ഇവിടെ നിന്ന് വിരട്ടി ഭീഷണിപ്പെടുത്തിയാണ് വിട്ടതും. അത് അന്തക്കാലമായിരുന്നു. പക്ഷെ ഇന്തക്കാലം അല്പം മാറിപ്പോയി. ഈ പഴയ ശൗര്യമൊന്നും CPM-ന് ഇപ്പോൾ ഏക്കുന്നില്ല എന്നത് കാരണമാണ്. കാരണം ഗവർണർ അതിനേക്കാളും ശക്തമാണ്. പല്ലുകൊണ്ട് കടിച്ചാൽ പല്ല് പൊട്ടിപ്പോകുന്ന കാഠിന്യമുള്ള ഒരു വ്യക്തിയായിരിക്കുന്നു ഗവർണർ. ഗവർണറുടെ എല്ലാ നടപടികളും എല്ലാ പ്രവൃത്തികളും ശരിയാണ് എന്ന് ഞങ്ങളും പറയുന്നില്ല. പക്ഷേ ഗവർണർ എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം. അദ്ദേഹത്തിന് ഭരണഘടന അനുവദിച്ചിട്ടുള്ള ചില അധികാരങ്ങൾ അദ്ദേഹം പ്രയോഗിക്കുന്നു എന്നതും നമ്മൾ കാണേണ്ടതാണ്. എന്തായാലും ഇടുക്കിയിൽ വലിയ പ്രതിഷേധം നടത്തുമെന്നും അയാൾ അവിടെ വരുത്തില്ലെന്നും അയാളെ വരുത്തുന്നത് കേരളത്തിന് മൊത്തം നാണക്കേടാണെന്നും ഒക്കെ പറയുന്ന CPM ഇപ്പോൾ അദ്ദേഹം അവിടെ വരികയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം അവിടെ തൊടുപുഴയിലിറങ്ങി, റോഡിലിറങ്ങി ഏകദേശം 1 മിനിറ്റോളം റോഡിൽ കൂടെ നടക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം അത്രയും കൂടെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. എന്തായാലും ഗവർണറെ മുട്ടുകുത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു അക്ഷത്ത് നടക്കുമ്പോൾ, മറുവശത്ത് സജീവമായി തന്നെ വളരെ ശക്തിയോടെ തന്നെ ഗവർണർ മുന്നോട്ട് പോകുന്നതും CPM-ന്റെയും ഇത്രയും വലിയൊരു പാർട്ടിയായ കേരളത്തിലെ വലിയൊരു പാർട്ടി എന്ന് പറയുന്ന CPM-ന്റെയും അവരുടെ ഈ അക്രമികളായ SFIക്കാരുടെയും DYFIക്കാരുടെയും ഭീഷണികളെ വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയിപ്പോൾ മന്ത്രിസഭയുടെ നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നു, ബഡ്ജറ്റ് വരാൻ പോകുന്നു. ഇതെല്ലാം വരുമ്പോഴേക്ക് നമ്മൾ ഇനി അത്തരം കാര്യങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തും, അതിനൊന്നും എൻ്റെ ഭരണഘടന ബാധ്യതയാണ്, അതെല്ലാം ഞാൻ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും മുറുകിക്കൊണ്ടിരിക്കും. സുപ്രീം കോടതി വരെ എത്തിയിരിക്കുകയാണ് വിഷയങ്ങൾ. ഇത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ എത്രമാത്രം ആരോഗ്യകരമാണ് എന്നത് നമ്മൾ കാണണം. പൊതുവിൽ ഞാൻ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ വെറുപ്പത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പരസ്പര പോരിൻ്റെയും ഭാഗത്തേക്ക് തിരിയുന്നു. ഒരു സൗഹൃദ രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ ഇല്ല. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.